السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ശീർഷകത്തിലെ ജില്ലാ പ്രോഗ്രാമുകളിലെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. ഇതിനകം വ്യത്യസ്ത പരിപാടികളിലൂടെ കേരളീയ സമൂഹത്തിലേക്ക് ആസൂത്രിതമായി കടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ തകിടം മറിക്കുന്ന, പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. പ്രസ്തുത പ്രോഗ്രാമുകളുടെ വിശദീകരണങ്ങൾ പല സന്ദർഭങ്ങളിലായി പലയിടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിർവഹിച്ചു വരുന്നു. ഇൻഷാ അല്ലാഹ് ആദർശ പ്രബോധനത്തെ ഗുണകാംക്ഷയോടുകൂടി കാണുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആവശ്യമെങ്കിൽ തുടരാനും തുടർത്താനും നാം പ്രതിജ്ഞാബദ്ധരാണ് എന്നത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വിശദമായ ഒരു വിഷയത്തെ അതിൻ്റെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയാവതരണത്തിന് സാധ്യമാകുന്ന ആരോഗ്യ പരിസരം അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. ഇസ്ലാമിലെ പ്രമാണം ഖുർആനും പ്രവാചക തിരുചര്യയുമാണ്. ഒന്നാം പ്രമാണം ഖുർആനാണ്. രണ്ടാം പ്രമാണം പ്രവാചക തിരുചര്യയാണ്, സുന്നത്താണ്. രണ്ടാം പ്രമാണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും രണ്ടാം തരം പ്രമാണമാണ് എന്ന് മനസ്സിലാക്കരുത്. രണ്ടാമത്തെ പ്രമാണമാണ് എന്ന് മാത്രമേയുള്ളൂ. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് പ്രവാചകൻ്റെ തിരുചര്യ. പ്രവാചകനെ അനുസരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തെ പിന്തുടരുന്നതിന് തുല്യമാണ്. ഇതാഅത്തുർ റസൂൽ എന്നത് ഷഹാദത്തിൻ്റെ ഭാഗമാണ്. ഒരാളെ മുസ്ലിമായി പരിഗണിക്കുന്നതിനും പരിഗണിക്കാതിരിക്കുന്നതിനും അയാൾ പ്രവാചകൻ്റെ തിരുചര്യയെ എങ്ങനെ കാണുന്നു എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ടുതന്നെ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളെ തള്ളുകയോ
നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ് സുന്നത്തിൻ്റെ നിരാകരണം. ഖുർആൻ മാത്രമാണ് ഒരു വിശ്വാസിയുടെ മാർഗദർശനം എന്ന് പറയുന്ന ഖുർആൻ മാത്രവാദം അത് ഒരു സത്യവിശ്വാസിക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 63-ാമത്തെ വചനത്തിൽ കാണാം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, എൻ്റെ മാർഗത്തിൽ നിന്ന്, തിരുചര്യയിൽ നിന്ന് എതിരായി നിൽക്കുന്ന ആളുകൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അൻ തുസീബഹും ഫിത്ന, അവരെ പരീക്ഷണങ്ങൾ വലയം ചെയ്യുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, ഭൗതിക ലോകത്ത് പാരത്രിക ലോകത്ത് കഠിനമായ വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നതും അവർ ജാഗ്രതയോടെ കാണണം. അതുകൊണ്ടുതന്നെ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ളതിനെ കലവറയില്ലാതെ സ്വീകരിക്കുക, ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ പ്രവാചക തിരുചര്യയോട് ഏതെങ്കിലും തരത്തിലുള്ള അളവ് പോലും മാനസികമായ അതൃപ്തിയുണ്ടാകരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടുതന്നെ വമാ ആതാകുമുർ റസൂലു ഫഖുദു, പ്രവാചകൻ എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളിൽ നിന്ന് വിരോധം പറഞ്ഞിട്ടുള്ള, എതിർത്തിട്ടുള്ള, നിഷേധിച്ചിട്ടുള്ള, നിരോധിച്ചിട്ടുള്ള ഏതൊന്നും അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ ചെയ്യേണ്ട മാർഗം അതാണ്. ഇല്ലെങ്കിൽ കഠിനമായ ശിക്ഷ പരലോകത്ത് അവരെ പിടിപെടാനുണ്ട്. എന്തുകൊണ്ടാണ് പ്രവാചകൻ്റെ തിരുചര്യയ്ക്ക് ഇത്രമേൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഖുർആനും പ്രവാചക തിരുചര്യയും വഹയാണ് എന്നതുകൊണ്ടാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രവാചകനായതിനു ശേഷമുള്ള സംസാരങ്ങൾ മതാധിഷ്ഠിതമായ നരകവിമുക്തിയും സ്വർഗപ്രവേശനവും ലഭ്യമാകുന്ന ഏതൊരു കാര്യവും വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുക. അതുകൊണ്ടുതന്നെ പ്രവാചകനെ പിന്തുടരുക എന്നത് അനിവാര്യമാണ്. എന്താണിത് ഇത്രയധികം പറയേണ്ടത്? ഈ പ്രദേശത്തും അല്ലാത്ത സ്ഥലങ്ങളിലും വിസ്ഡം പ്രവർത്തകരായ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ ഒരു പ്രചാരണമാണ് മർക്കസു ദഅവ വിഭാഗം പ്രവാചകൻ്റെ തിരുചര്യയെ നിഷേധിക്കുന്നുണ്ട് എന്നത്. അതിസൂക്ഷ്മമായ പ്രവാചകൻ്റെ തിരുചര്യയെ ഏതെങ്കിലും ഒരാൾ നിസ്സാരവൽക്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ അയാളുടെ സ്ഥാനം അള്ളാഹുവിൻ്റെ ദീനിലല്ല. അയാൾ ഷഹാദത്തിൻ്റെ വിരോധിയാണ്, ഷഹാദത്തിൽ തെറ്റു സംഭവിച്ചവനാണ്. അതുകൊണ്ടുതന്നെ അത്തരം ഒരു രീതി ഇതപര്യന്തമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്തതാണ്. ഏതെങ്കിലും തരത്തിൽ അത് പറയുകയും അതിന് തെളിവ് ധരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻഷാ അള്ളാഹ് അവിഷയകരമായ ചില കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു കാര്യം, നബിചര്യയായി വന്നിട്ടുള്ള ഒന്ന് ലോകാവസാനം വരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഹദീസുകളിൽ സ്വഹീഹുണ്ട്, ലഈഫുണ്ട്,
മൗദൂഅുണ്ട്. അതിൻ്റെ സനദുകളിലും മത്തിനുകളിലും നിരൂപണങ്ങൾ നടന്നതുണ്ട്. പക്ഷെ പ്രവാചകൻ്റെ തിരുചര്യ ഈ ലോകത്ത് അവസാനം ജനിക്കുന്ന ഒരു കുഞ്ഞിന് വരെ ബാധകമാണ് എന്നതിനാൽ നബിചര്യ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ആ നബിചര്യ നഷ്ടപ്പെടുകയില്ല എന്ന ബോധ്യമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ മാർഗദർശനം. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അയാൾ മടക്കേണ്ടത് എവിടേക്കാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ കൃത്യമായി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 1-ാം പ്രമാണവും പ്രവാചകൻ്റെ തിരുചര്യ 2-ാം പ്രമാണവും ഒരു വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ഏകോപിതമായ അഭിപ്രായം ഇജ്മാ എന്നത് ഉപപ്രമാണവും ഒരു വിഷയത്തിലേക്ക് ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാന ആശയത്തെ അവലംബിച്ചുകൊണ്ട് മൗലികമായ തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് ചേർത്ത് തുല്യപ്പെടുത്തുന്ന ഖിയാസ് എന്ന് പറയുന്നതും ഉപപ്രമാണമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എന്തു ചെയ്യണം എന്നതിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന അതിപ്രധാനമായ സന്ദേശം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും പ്രവാചകൻ്റെ തിരുചര്യയിലേക്കുമാണ് മടങ്ങേണ്ടത് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, നിങ്ങൾക്ക് നാം അൽ കിതാബ് വേദഗ്രന്ഥമാകുന്ന ഖുർആനിനെ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. കാലകൈലകൾ എഴുതിയിട്ടുള്ള അറബി ഗ്രന്ഥങ്ങളെ അൽ കിതാബ് എന്ന് പറയില്ല, കിതാബ് എന്ന് പറയും. മുജാഹിദ് പ്രസ്ഥാനം മർക്കസു ദഅവ ജനങ്ങളെ വിളിക്കുന്നത് കിതാബുകളിലേക്കല്ല അൽ കിതാബിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. വൽ ഹിക്മ, മഹാപണ്ഡിതന്മാരായ ആളുകൾ ഹിക്മ എന്ന് പറയുന്ന അൽ ഹിക്മ എന്ന് പറയുന്നതിനെ നബിയുടെ തിരുചര്യ എന്നാണ് അർത്ഥം നൽകിയിട്ടുള്ളത്. സൂറത്തുൻ നിസായിലെ 113-ാമത്തെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഈ സന്ദേശം, ആ കാര്യമാണ് അടിത്തറയായി നാം ഗ്രഹിക്കേണ്ടത്, അഥവാ അവിടേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുചര്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും വഹയാണ് എങ്കിൽ എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? ഒന്നിന് ശേഷമാണ് രണ്ട് എന്നതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. രണ്ട് ചെരുപ്പുകളും തമ്മിൽ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ കാണില്ല. പക്ഷേ വലതിൻ്റെ ചെരുപ്പ് ഇടതിനോ ഇടതിൻ്റെ ചെരുപ്പ് വലതിനോ ഉപയോഗിക്കാവതല്ല. ഒരു വാഹനത്തിൻ്റെ 4 ചക്രങ്ങൾ പൊതുവിൽ വ്യത്യാസങ്ങൾ കാണില്ല. എന്നാൽ മുന്നിലും പിറകിലുമുള്ള ചക്രങ്ങൾക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. മാതാവും പിതാവും തമ്മിൽ രക്ഷിതാവ് എന്ന നിലയ്ക്ക് വ്യത്യാസങ്ങളില്ല. പക്ഷേ ചിലർക്ക് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൻ്റെ താഴെ 2ാം തരം എന്നർത്ഥത്തിലല്ല, രണ്ടാമതായി പരിഗണിക്കേണ്ടത് മാതാവ് കഴിഞ്ഞാൽ പിന്നീട് പിതാവിനെയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുചര്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഖുർആൻ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒന്ന്, ഖുർആനിലേക്ക് ഒരു നിലയ്ക്കും അതിൻ്റെ മുന്നിലോ പിന്നിലോ പിറകിലോ വശങ്ങളിലോ തിന്മയുടെ സാധ്യതകളില്ല എന്നത്. അതൊന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുചര്യയും തമ്മിലുള്ള വ്യത്യാസം എന്നത്, ഒന്ന്, ഖുർആനിന് ശരിതെറ്റു മനസ്സിലാക്കുന്നതിനാവശ്യമായ നിദാന ശാസ്ത്രം ആവശ്യമില്ല. കാരണം അതിൻ്റെ വചനങ്ങൾ, അതിൻ്റെ രൂപം, അതിൻ്റെ രീതി, അതിൻ്റെ ആശയം എല്ലാം പൂർണ്ണമായും പടച്ചവനിൽ നിന്നാണ്. അത് ക്രോഡീകരിക്കപ്പെട്ടതാണ് പ്രവാചകൻ്റെ മരണത്തോടുകൂടെ. എന്നാൽ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞാണ്, നേരത്തെ പ്രവാചകൻ്റെ കാലത്ത് പൂർണ്ണമായും എഴുതി വച്ചിട്ടില്ല, ശേഷക്കാലക്കാരായ ആളുകളിലൂടെയാണ് പലതും എഴുതപ്പെട്ടിട്ടുള്ളത്.
അതിൽ തന്നെയും പലതും കടന്നുകൂടി. അതുകൊണ്ട് തന്നെ സ്വഹീഹ്, ലഈഫ്, മൗദൂഅ് എന്ന് വേർതിരിക്കുന്നതിന് നിദാനശാസ്ത്രം ലോകത്ത് പരിഗണിക്കപ്പെട്ടു. മുസ്ലിം ലോകം അത് അംഗീകരിച്ചു. ഖുർആനിന് നിദാനശാസ്ത്രമില്ല. പ്രവാചക തിരുചര്യയ്ക്ക് ഹദീസ് മനസ്സിലാക്കുന്നതിന് നിദാനശാസ്ത്രം ഉണ്ട്. 2, സമ്പൂർണമായും ഖുർആൻ ദൈവീകത ഉൾക്കൊള്ളുന്നതാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബലാബല വ്യത്യാസങ്ങളില്ല. എന്നാൽ ഹദീസ് എന്ന് പറയുന്ന പൊതുപരിഗണനയിൽ ലഈഫുണ്ട്, സ്വഹീഹുണ്ട്, മൗദൂഉണ്ട്, അഥവാ വേർതിരിവുകൾ ഉണ്ട് എന്നർത്ഥം. 4, ഖുർആനിക വചനങ്ങൾ സമ്പൂർണമായും ദൈവികമാണ്, നിർണിതമാണ്. സൂറ അൽ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ 114 അധ്യായങ്ങളിലൂടെ പ്രവാചക മരണത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടതാണ്. നബിയുടെ തിരുചര്യ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുർആനിനെ പോലെ ആ ഭാഗങ്ങൾ ക്രോഡീകരിച്ച് പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകളോ വഴികേടുകളോ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്നതിൻ്റെ ഉത്തരം അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും മടക്കണം എന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന ഇതാണ്: അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്തൃത്വങ്ങളെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ ഈ 3 അനുസരണവും നിലനിൽക്കുന്ന സമയത്തു തന്നെയാണ് വിശുദ്ധ ഖുർആൻ അടുത്ത ഭാഗം പറഞ്ഞത്: വ ഇൻ തനാസഅതും ഫീ ഷൈഇൻ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തനാസുഅ, ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രവാചകനിലേക്കും അള്ളാഹുവിലേക്കും മടക്കലാണ്. അവിടെ ഉലുൽ അംർ ഇല്ല. അൽ കിതാബിലേക്കും അൽ ഹൈക്മത്തിലേക്കുമാണ് മടക്കേണ്ടത്, കിതാബുകളിലേക്കല്ല, പണ്ഡിത വചനങ്ങളിലേക്കല്ല, മറ്റു ഏതെങ്കിലും തരത്തിലുള്ളതിലേക്കല്ല. മറിച്ച് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമായിരിക്കണം മടക്കേണ്ടത് എന്നത് വസ്തുതാപരമായി ഇസ്ലാം സമർത്ഥിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വസ്തുത മർക്കസു ദഅവയുടെ വാദമല്ല, മറിച്ച് മർക്കസു ദഅവ പറയുന്ന ഈ വാദം തന്നെയാണ് വിസ്ഡം വിഭാഗത്തിനും പറയാനുള്ളത്. നിങ്ങൾക്ക് കേൾക്കാം. ഇതുപോലെ 30ഓളം സ്ഥലത്ത് പറയാണ് നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അള്ളാഹിനെ മാത്രം അനുസരിച്ചാൽ പോരാണ്, റസൂലിനെ അനുസരിക്കണം. അത് തന്നെ പറയുന്നത്. ഉലിൽ അംരി നിൽക്കുന്നവരോട് നിങ്ങളെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം, പണ്ഡിതന്മാരെ, നേതാക്കളെ. അവിടെ 3 ആളനുസരിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താ അപ്പൊ അടുത്തുള്ള ആചാര്യം പറഞ്ഞാൽ ക്ലിയർ ആവും. എന്താണെന്നറിയോ? ഇനി ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ റസൂൽ, നിങ്ങൾ അള്ളാഹുലേക്ക് റസൂലിലേക്കും മടക്കുക, പണ്ഡിതന്മാരിലേക്കും മടക്കേണ്ട, നേതാക്കളിലേക്കും മടക്കേണ്ട. സാധാരണഗതിയിൽ തർക്കമില്ലാത്ത വിഷയമൊക്കെ ഖുർആൻ സുന്നത്തും പറഞ്ഞ വിഷയം അങ്ങനെ പോകും. തർക്കം വന്നാൽ പിന്നെ ഇവരെന്താ പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞു, ആ മൗലാന ഇങ്ങനെ പറഞ്ഞു, അതൊന്നുമല്ല. അപ്പൊ പിന്നെ കിതാബിലേക്കും സുന്നത്തിലേക്കാണ് മടക്കേണ്ടത്. പിന്നെ വേറെ ആൾക്കാരെ തഖ്ലീദ് ചെയ്യുക, അല്ലെങ്കിൽ പണ്ടേക്കും പണ്ടേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോന്നു, ഇതൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അബൂബക്കർ സലഫി അവരുടെ ഹദീസു പണ്ഡിതരിൽ പ്രമുഖനാണ്. അബൂബക്കർ സലഫി പറയുന്ന ഈ അഭിപ്രായമെങ്കിലും എടത്തനാട്ടുകരയിലുള്ള വിസ്ഡം പ്രവർത്തകരെങ്കിലും സ്വീകരിക്കണം. തർക്കമുള്ള വിഷയത്തിൽ പിശാച് ശരീരത്തിൽ കൂടുമല്ലേ, ജിന്ന് ഒളിമറിഞ്ഞ് വരുമല്ലേ, ജിന്നും മനുഷ്യ സ്ത്രീകളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമല്ലേ. പരപ്പനങ്ങാടിയിൽ വെച്ച് ഇതൊക്കെ കൊട്ടക്കണക്കിന് 17 കൊല്ലം പെരുമ്പറയടിച്ച് പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ അത് ഖുർആനിലും ഹദീസിലും ഇല്ല എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞ ഒരു മുസ്ലിയാർ വേറെയുണ്ട്. പക്ഷേ അബൂബക്കർ സലഫി പറഞ്ഞ ഈ ഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നാടായ ഇവിടെ നിന്ന് ആരംഭിക്കണം. ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈഖ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളുടെ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത് എന്നല്ല പറയേണ്ടത്. മറിച്ച്
ഖുർആനിൻ്റെയും പ്രവാചക തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണ് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നതാണ് കൃത്യമായി പറയുന്നത്. ആ പറയുന്നതാണ് സ്വീകരിക്കേണ്ടത്. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത്ത് റസൂലി. നിങ്ങൾ വഴികേടിലാകാതിരിക്കാൻ ഖുർആനും സുന്നത്തുമാണ് സ്വീകരിക്കേണ്ടത് എന്ന്. എന്നാൽ ലോകത്ത് ഇത് തകിടം മറിക്കുന്നതിന് രണ്ട് വിശ്വാസങ്ങളാണ്, രണ്ട് ആശയങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത്. അതിലൊന്ന് തഖ്ലീദ്, അന്ധമായി പിന്തുടരുക. ആ അന്ധമായി പിന്തുടർന്നതിന് ശേഷം പ്രമാണങ്ങളുടെ മുൻഗണനാക്രമം തകർക്കുക. അന്ധമായി പിന്തുടരുക എന്ന് പറഞ്ഞാൽ എല്ലാ പണ്ഡിതരുടെയും അഭിപ്രായങ്ങളെ തള്ളി വലിച്ചെറിയണമെന്നല്ല. പക്ഷെ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിനെതിരായി ആര് പറഞ്ഞാലും ശരി, ഖുർആനും സുന്നത്തും എവിടെയാണോ പറയുന്നത് അത് സ്വീകരിക്കലാണ്. അതിനെയാണ് തഖ്ലീദ് ചെയ്യേണ്ടത്. കാരണം പ്രവാചകൻ മഅസൂമാണ്, തെറ്റു സംഭവിക്കാത്തവനാണ്. മറ്റേത് അഭിപ്രായങ്ങൾ വന്നാലും ശരി, ആ അഭിപ്രായങ്ങൾ പ്രമാണങ്ങളുടെ മുൻഗണനാക്രമത്തെ തകർക്കുന്നതിനാണ് കാരണമായി തീരുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പം ലോകത്ത് അന്ധവിശ്വാസങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യമായി കൊണ്ടുവരുന്നൊരു തിയറിയാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. രണ്ടാമതായി കൊണ്ടുവരുന്നത് ബുദ്ധിയെ തള്ളിക്കളയുക എന്നതാണ്. ചിന്തിക്കാൻ പാടില്ല, ആലോചിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ശ്രദ്ധിക്കാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ ചിന്തിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ പിന്നീട് അവൻ അഖ്ലാനി എന്ന് പറയുന്ന പട്ടത്തിനകത്തേക്ക് വരും, ചേകനൂരിയായി മാറും. മുഅത്തസിലിയ വാദപ്രകാരം അവന് പ്രത്യേകമായ ഒരു തലത്തിലേക്ക് അവനെ മാറ്റും. നമ്മുടെ നാട്ടിൽ വിസ്ഡം വിഭാഗം സ്വീകരിക്കുന്ന ഈ മാനദണ്ഡം, ഇത് മുൻപു കാലങ്ങളിൽ യാഥാസ്ഥികരായ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡമാണ്. ഖുർആനും സുന്നത്തും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സമയത്ത് കാലഹൈലകൾ കൊണ്ടുവന്ന് അതിനെ എതിർക്കുകയും അഥവാ ചോദ്യം ചെയ്താൽ ദീനിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം കൊണ്ടുവരികയും ചെയ്യുക എന്നത്. അപ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കണം, പ്രമാണങ്ങളിൽ തിരുമറി നടത്തുന്ന ആളുകൾ ആദ്യം ചെയ്യുക തലമുറ കൈമാറി കിട്ടിയിട്ടുള്ള സന്ദേശങ്ങൾ അത് അനുസരിച്ചേ നമുക്ക് പോകാവൂ എന്ന് പറയും. 2, ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നും പറയും. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ 1, ബുദ്ധിയെ തള്ളിക്കളയുക. 2, പൂർവപാത മഹത്വരമായി പരിഗണിക്കുക എന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ മുൻഗണനാക്രമം ഏതാണ്? നാം പറഞ്ഞു ഖുർആനും തിരുസുന്നത്തുമാണ് എന്നത്. ആ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ഖുർആനിൻ്റെയും സുന്നത്തിനെയും എതിരായി പണ്ഡിതാഭിപ്രായങ്ങൾ വന്നാൽ എന്തു ചെയ്യണം? ഫൈസൽ മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. പ്രമാണമല്ല, ആർക്കറിയാത്തത് പ്രമാണമല്ല. പ്രമാണമല്ല, ആർക്കറിയാത്ത പ്രമാണമല്ല. പണ്ഡിതവചനം പ്രമാണമല്ല. പണ്ഡിതവചനം പ്രമാണമല്ല. പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും തിരുചര്യയും ആണ്. ഇതൊരു ഭാഗത്തു പറയുകയും എന്നാൽ ഈ പണ്ഡിതവചനങ്ങളെ പ്രമാണമായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അത്യന്തം അപകടകരമായ പ്രമാണ തിരുമറിയായി വിശ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങൾ ഇസ്ലാമികപരമായി നമുക്കറിയാവുന്നതാണ്. ഖുർആനും തിരുചര്യയും ഉപപ്രമാണമായ ഇജ്മാഉം ഖിയാസും. പണ്ഡിതവചനങ്ങളോ തെളിവായി സമർത്ഥിക്കാവുന്നതാണ് ഖുർആനും സുന്നത്തും ഉണ്ടെങ്കിൽ. എന്നാൽ ഖുർആനിലും സുന്നത്തിലും പരാമർശ വിധേയമാകാത്ത, മൗലികമായി പോലും താല്പര്യപ്പെടാത്ത വിഷയങ്ങളെ പണ്ഡിതാഭിപ്രായമായി എഴുന്നള്ളിച്ചുകൊണ്ട് അത് സമർത്ഥിക്കുക, അത് വിശദീകരിക്കുക, അത് തെളിവായി പറയുക എന്നത്, ഇതിൻ്റെ പേരെന്താണ്? ഒരു ഭാഗത്ത് പണ്ഡിതാഭിപ്രായം പ്രമാണമല്ലെന്ന് പറയുകയും പിന്നീട് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് തെളിവ് ധരിക്കുകയും ചെയ്യുന്ന അപകടകരമായ സമീപനമാണ് പ്രമാണങ്ങളിൽ സ്വീകരിക്കുന്നത്. നമുക്ക് കേൾക്കാം. ലബീദ് ഇബ്നു ആസിം എന്ന ഒരു ജൂതൻ സിഹിർ ചെയ്തിരുന്നുവെന്നും
എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, അതായത് വേറെയുള്ള കാര്യത്തിലൊന്നും നബിക്ക് സംശയം ഉണ്ടായില്ല, ഹദീസുകളിൽ കാണാം. ഇന്നിപ്പോൾ ആ ഭാര്യൻ്റെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അത് മാത്രമാണ് സംശയം ഉണ്ടായത്. ഭൗതികമായ ദീനിൻ്റെ കാര്യത്തിലല്ല സംശയം ഉണ്ടായത്, ഭൗതികമായ കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു. നബിമാരുടെ സ്വപ്നം സത്യമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ദർവാൻ കിണറ്റിൽ പോയി നോക്കി എന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോൾ എന്തോ ചില അധികമായ വസ്തുക്കൾ, അതിൽ കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു. അതിനെ പുറത്തെടുത്തു. എന്ത് ചെയ്യണമെന്ന് സാഹിബിമാർ ചോദിച്ചപ്പോൾ അത് കുഴിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സുഖമായിട്ടുണ്ട്. അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യൻ്റെ അടുത്തേക്ക് പോയോ ഇല്ലേ ആ ഒരു വിഭ്രാന്തി ഉണ്ടായി, മാത്രം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് പ്രവാചകൻ മസ്ഹൂർ അല്ല എന്നാണ്. ഇസ്ലാമിക അധ്യാപന പ്രകാരം പറയുന്നത് സത്യവിശ്വാസിയായ ഒരാൾക്ക് സിഹ്ർ ബാധിക്കുകയില്ല എന്നാണ്. ഹദീസ് പ്രകാരം താല്പര്യപ്പെട്ടിട്ടുള്ളത് സിഹ്ർ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ് എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഭാഗങ്ങൾ വിശദീകരിക്കും. ഖുർആനിലും പ്രവാചകൻ്റെ തിരുചര്യയിലും വന്നിട്ടുള്ള പച്ചയായ നസ്വിനെ ബഹുമാന്യ പണ്ഡിതനും ഗുരുസ്ഥാനീയനുമായ പറപ്പൂർ കുഞ്ഞി മുഹമ്മദ് മദനി ലളിതമായി അങ്ങ് പറഞ്ഞു പോവുക ചെയ്യുന്നത്. പണ്ടൊരു വ്യക്തി പറഞ്ഞല്ലോ, ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറയുന്ന സമയത്ത് പറഞ്ഞു, ഒരു ചെറുതായിട്ടൊന്നാണ് വെടിവെച്ചു, ചെറുതായിട്ടൊന്നാണ് വെടിവെച്ചതാ, വേറൊന്നും ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, നബിയിലേക്ക് ചേർത്ത് ഇതേപോലെ ഒരു പദപ്രയോഗം നടത്തിയത്. എന്തോ ഒരു എന്തൊക്കെയോ ചെറിയൊരു സംശയം എന്നത്. നേരത്തെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തിലും ഒക്കെ ശക്തമായി സിഹറിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ചില മുസ്ലിയാക്കന്മാരായ ആളുകൾ ശക്തിയുക്തരം പ്രവാചകൻ്റെ സിഹറുപാതയെ സമർത്ഥിക്കുന്ന ആ ഗൗരവത്തിൽ കാര്യങ്ങൾ പറയാതെ എന്നാൽ തഖ്ലീദിൻ്റെയോ പണ്ഡിതവചനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ പറയാനുള്ളൊരു താല്പര്യം ബഹുമാന്യ പണ്ഡിതന് വന്നിട്ടുള്ളത് അല്ലാഹു ആലം. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമാണം പണ്ഡിതവചനങ്ങൾ പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണം, പിന്നെ അതിനപ്പുറത്തേക്ക് പോകരുത്. പക്ഷെ പറഞ്ഞ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പോലും ആലോചിച്ചാൽ പിടുത്തം കിട്ടാത്ത വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതവചനത്തിലേക്ക് ചേർത്തിട്ട് പ്രമാണത്തിനെതിരായി സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഈജിപ്തിൽ ജയിലിൽ കിടക്കുമ്പോൾ ചില സൂഫികൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. അവിടെ എൻ്റെ കോലത്തിൽ ചെന്നു എന്നാണ്, എൻ്റെ കോലത്തിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇബ്നു തൈമിയ്യാണെന്ന് അവിടെ പോയിട്ട് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒടുക്കും പോയിട്ടില്ല, ഞാൻ ജയിലല്ലേ, ഞാൻ എങ്ങനെയാണ് പോവുക, അത് ശൈത്താൻ്റെ പണിയാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അല്ല ഷെയ്ഖ്, എങ്ങനെ ഞങ്ങൾ ശൈത്താനെ ഉറപ്പിക്കുക, ഇത് മലക്കായിക്കൂടെ? ഇല്ല, മലക്കാവൂല. കാരണം അവിടെ പോയിട്ട് പറഞ്ഞത് ഞാൻ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞല്ലോ, അത് നോണയാണ്, മലക്ക് നോണ അറിയില്ല. അപ്പോൾ മനസ്സിലാക്കുക ശൈത്താനാണ്. ഇബ്നു തൈമിയ്യയുടെ കോലത്തിൽ ശൈത്താൻ വന്നതും ജിന്ന് വന്നതും ഇബ്ലീസ് വന്നതുമായ കഥകളാണ് ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അലിം അതിന് ബാക്കി ഭാഗങ്ങൾ ഇതുമായി ചേർത്തിട്ട് ബാക്കി ഭാഗങ്ങൾ പറയും. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ, ഇടത്തനാട്ടുകരയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് എന്നെക്കാളധികം വയസ്സ് പാരമ്പര്യമുണ്ട്. എൻ്റെ ഭാര്യയുടെ പിതാമഹനായ സയ്യിദ് മൗലവിയുടെ തൗഹീദി പ്രഭാഷണങ്ങൾ കേട്ടു വളർന്നിട്ടുള്ള മണ്ണാണ് എടത്തനാട്ടുകര എന്ന് പറയുന്നത്. ഈ എടത്തനാട്ടുകരയിൽ പണ്ഡിതവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എങ്കിൽ പിന്നെ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശക്തമായ രീതിയിൽ വളർന്നു പോകുമല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ഇവിടെ വളരാൻ കഴിയുമായിരുന്നില്ലല്ലോ. പക്ഷേ തലനിറച്ച കാരണവന്മാരായ ആളുകൾ നിങ്ങൾ പറയണം, ഇത്തരത്തിലുള്ള ഇമ്മാമക്കഥകൾ, ഖാലഖീലകൾ, ഇത് തലങ്ങും വിലങ്ങും നമ്മുടെ നാടുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള അന്ധവിശ്വാസ കോലങ്ങളെ
തൗഹീദിൻ്റെ അതിശക്തമായ പ്രചാരണങ്ങളിലൂടെ, പ്രമാണനിബദ്ധമായ പ്രബോധനത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നില്ലേ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്? ആ മുജാഹിദ് പ്രസ്ഥാനത്തെ നേർക്കുനേരെ പരിചയമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒന്നുകിൽ അബൂബക്കർ സലഫി പറഞ്ഞെടുത്ത് നിൽക്കണം, അതല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാർ ആദ്യം പറഞ്ഞ പണ്ഡിതവചനങ്ങൾ പ്രമാണമല്ല എന്ന് പറയുന്നിടത്ത് നിൽക്കണം, അതല്ലെങ്കിൽ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ അഭിപ്രായം അലിമദന് വിശദീകരിക്കും എന്താണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന അഭിപ്രായം എന്നത്. ഇനി രണ്ടാമതൊരു വിഷയം ചർച്ച ചെയ്യാനുള്ളത്, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുചര്യയുമാണ് പ്രമാണം എങ്കിൽ ആ പ്രമാണം ബുദ്ധിക്ക് എതിരായി വരുമോ എന്നതാണ്. ബുദ്ധിക്ക് എതിരായി വരുന്ന ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ്. ജയിലിൽ ഇന്ന കോലത്തിൽ വന്നു എന്നതാണല്ലോ ഈ പറയുന്നത്. അതെവിടെയാണ്? ഹദീസിലല്ല, പ്രമാണങ്ങളിലല്ല, പണ്ഡിതവചനത്തിലാണ്. ആ പണ്ഡിതവചനമാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ വിഷയം പണ്ഡിതവചനങ്ങൾ ബുദ്ധിക്കെതിരോ ബുദ്ധിക്ക് അനുകൂലോ എന്നതല്ല. നേരെ മറിച്ച് പ്രമാണത്തിൽ ബുദ്ധിക്കെതിരായി സംഭവിക്കാൻ പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. പ്രമാണത്തിൽ അഥവാ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശകലനങ്ങൾ നിർവഹിക്കുന്നു എങ്കിൽ ആ ഹദീസുകൾ ഒരു കാരണവശാലും ബുദ്ധിക്കെതിരാകാൻ പാടില്ല. അത്തരത്തിൽ ബുദ്ധിക്കെതിരായി വരുന്ന ഹദീസുകൾ അസ്വീകാര്യമാണ് എന്നത് മുസ്ലിം ലോകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം എൻ്റെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഹദീസ് എടുക്കണം എന്നല്ല, ബഹുമാന്യ പണ്ഡിതന്മാരുടെ ബുദ്ധിക്കനുസരിച്ച് എടുക്കണം എന്നതല്ല. മുസ്ലിം സംഘടനകൾ അവർ സുന്നഹദോസ് കൂടിയിട്ടോ ജമഅയ്യത്തുൽ ഉലമ കൂടിയിട്ടോ തീരുമാനിക്കുന്നത് അവരുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്നതാകണം എന്നില്ല. ഇങ്ങനെയാണ് ഇതിനെ കോട്ടിമാട്ടാറുള്ളത്. ഓരോരുത്തർക്കും തോന്നുന്ന ബുദ്ധി, ആ ബുദ്ധിക്കനുസരിച്ചൊക്കെ ദീന് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപകടമാവൂലേ? അത് ബുദ്ധിക്കെതിരാണ്, തള്ളിക്കളയുക. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂ? ഇത് ബുദ്ധിക്കെതിരാണ്, തള്ളിക്കളയും, ഇത് ബുദ്ധിക്കെതിരാണ്, തള്ളിക്കളയും എന്ന് പറയുന്നത്. നേരെ മറിച്ച് മുസ്ലിം ലോകത്തിലെ പണ്ഡിതന്മാർ ബുദ്ധിപരമായ കാര്യം ഹദീസിൻ്റെ നിദാനശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ആ വിശദീകരിച്ചിട്ടുള്ള കാര്യം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും വളരെ കൃത്യമായി ജനങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേയുള്ളൂ. അപ്പോൾ സാധാരണ സ്വരീഹുൽ അഖ്ലിന് എതിരായി വരുന്ന ഹദീസുകൾ സ്വീകാര്യമല്ല എന്നത് ഹദീസ് നിദാനശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ബുദ്ധി എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായ പ്രമാണമല്ല. ബുദ്ധിയിലുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ഇസ്ലാം പറയുന്നില്ല. 5 റക്അത്ത് ഏതെങ്കിലും ഒരു നമസ്കാരം മാറ്റാൻ നമുക്ക് അവകാശമില്ല. 2 റക്അത്ത് സുബഹിയെ 3 ആക്കാൻ നമുക്ക് അവകാശമില്ല. 7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നതിനെ 8 ആക്കാനോ 6 ആക്കാനോ അവകാശമില്ല. എൻ്റെ ബുദ്ധി അങ്ങനെ പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ പറ്റില്ല. എന്നാൽ മഅഖൂല് മാനവിയായ ബുദ്ധിപരമായി സമർപ്പിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ വിഷയങ്ങളുണ്ട്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യനെ കണ്ടിരുന്നോ? സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നോ? വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനുൽ ഖദീം. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സഞ്ചാര ഭ്രമണ പദങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്നാണ് പഠിച്ചത്? ഏതർത്ഥത്തിലാണ് വിശദീകരിച്ചത്? സൂറത്തുൽ മുഅ്മിനൂൻ, ആ മുഅ്മിനൂനിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഏതു ഭാഗത്തെയാണ് ശാസ്ത്രീയമായി ബുദ്ധിപരമായി പ്രവാചകന് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ വിജ്ഞാനത്തിൻ്റെ പരിമിതി കൊണ്ട് പ്രവാചകനത് സാധ്യമായില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്വശരീരത്തിലും ചക്രവാളങ്ങളിലും നാം ദൃഷ്ടാന്തങ്ങൾ വഴിയെ നൽകിക്കൊണ്ടേയിരിക്കും എന്ന കാര്യമാണ്. അതെങ്ങനെയാണ് വിശകലനം നടത്തിയത്? നമുക്കറിയാമല്ലോ ഈ ലിബറലിസത്തിനെതിരിലും യുക്തിവാദത്തിനെതിരിലുമൊക്കെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് വിസ്ഡം. അൽഹംദുലില്ലാ, അവർ ഇസ്ലാമിൻ്റെ ജ്ഞാന സിദ്ധാന്തത്തെയും ഇസ്ലാമിൻ്റെ ശാസ്ത്രീയതയെയും എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? ബുദ്ധിപരമായിട്ടല്ലേ. ദൈവം ഉണ്ടോ ഇല്ലയോ എങ്ങനെ പറയണത്? അറബിയോദിറ്റോ പറഞ്ഞിട്ട് അതിനപ്പുറം പറയാൻ പാടില്ല എന്ന് മിണ്ടാതിരിക്കുകയാണോ? അല്ല,
ബുദ്ധിപരമായി യുക്തിപരമായി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബുദ്ധി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പ്രമാണമല്ല. ഇതൊരു സ്വതന്ത്ര പ്രമാണമായി സ്വീകരിക്കുകയും ആ സ്വതന്ത്ര പ്രമാണത്തിൻ്റെ മൂശയിലിട്ടുകൊണ്ട് മാത്രമേ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാവൂ എന്ന് പറയുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ മതവിരുദ്ധരായ 2 പ്രസ്ഥാനമാണ്. ഒന്ന് ചേകനൂർ പ്രസ്ഥാനവും മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയുടെ സിദ്ധാന്തങ്ങളും. അതുമായി ബന്ധപ്പെടുത്തിയ മറ്റു വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരത്തിൽ ചർച്ചയാക്കാം. എന്നാൽ മർക്കസുദ് ദഅവ ഇവരുടെ വാദം സ്വീകരിക്കുന്നില്ല. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ മർക്കസുദ് ദഅവയിലേക്ക് ചേർത്തി ചേകനൂരി എന്ന് വിളിക്കുന്നുണ്ടാകാം, മുഅ്തസിലി എന്ന് വിളിക്കുന്നുണ്ടാകാം, മുസ്തഫ മൗലവിയുടെ കൂടെയുള്ളവർ എന്ന് പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്നത് പണ്ട് CP അബൂബക്കർ മൗലവിയോട് മുത്തന്നൂർ പള്ളിക്കേസിൻ്റെ ചർച്ച നടക്കുമ്പോൾ കോടതിയിൽ വെച്ചിട്ട് ജഡ്ജി ചോദിച്ചു അത്രേ, വഹാബി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ CP ആണതിന് മറുപടി പറയണത്. CP പറഞ്ഞു, ആദ്യം മനുഷ്യന്മാർ ഈറോടിച്ചുമ്പോൾ പറയണ വേർഡാണ്, അപ്പം അതാണ്. ഇതുപോലെ ചില സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വിളിച്ചു പറയാം, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഏതെങ്കിലും തരത്തിൽ ചേകനൂരിസത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഇലയനക്കങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ മർക്കസുദ് ദഅവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതരിൽ പ്രമുഖനായ അബ്ദുസ്സലാം സുല്ലമിയുടെ നേതൃത്വത്തിലാണ് അത് നിർവഹിച്ചത്. മുസ്തഫ മൗലവിയുടെ വാദത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം. മർക്കസുദ് ദഅവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ ഒരു പുസ്തകമാണ് മൊയ്തീൻ പിള്ള സുല്ലമി എഴുതിയിട്ടുള്ള സർവമത സത്യവാദം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ മുസ്തഫ മൗലവിയുടെയും അനുബന്ധമായ വാദങ്ങളെയും എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നത് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ചേകനൂരിൻ്റെ ടാഗും മുസ്തഫ മൗലവിയുടെ ടാഗും മർക്കസുദ് ദഅവയിലേക്ക് ചേർത്തിട്ട് പ്രമാണങ്ങൾക്കെതിരായി മർക്കസുദ് ദഅവ നീങ്ങുന്നു എന്ന് പറയേണ്ടതില്ല. വിശദീകരണങ്ങൾ പിന്നീട് പറയാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധി എന്ന് പറയുമ്പോഴേക്ക് പേടിയാകും, ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോഴേക്ക് പേടിയാകും. അതുകൊണ്ടാണ് ബുദ്ധിക്കെതിരായി ഹദീസ് ഉണ്ടാവുകയില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്നത്. ബുദ്ധിക്കെതിരായി ഹദീസ് ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് ഹദീസ് ഉണ്ടാകുമല്ലേ എന്നുള്ളത് ബഹുമാന്യരായ ഇസ്ലാം വിഭാഗത്തിലെ പണ്ഡിതന്മാർ തന്നെ എഴുതിയിട്ടുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. എന്നാൽ ബഹുമാന്യ പണ്ഡിതനായ മാലിക് സലഫിയുടെ ഒരഭിപ്രായം ഇവിടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ബുദ്ധിക്കെതിരായി ഹദീസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നതിൻ്റെ മറുപടി അദ്ദേഹം പറയട്ടെ. ശരിക്കും ബുദ്ധിക്ക് എതിരായ സ്വരീഹായ അഖലിന് എതിരായിട്ടൊരു നഖല് വരൂല എന്നാണ്. അങ്ങനെയല്ലല്ലോ, അതാണ് അഹ്ലുസുന്ന. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പ്രത്യേകം മറുപടി കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തിൽ. ക്ഷമിക്കുക, മൂസ സ്വലാഹി കാര, ഇവിടെ അടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ, കാര എന്ന് പറയുന്ന പ്രദേശം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രൂഫ് പോയിന്റിൽ അല്ലെങ്കിൽ വിസ്ലത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് ബുദ്ധിക്കെതിരായി അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന കാര്യമാണ്. എന്നാൽ ഹദീസിൻ്റെ നിദാന ശാസ്ത്രത്തിൽ വളരെ കൃത്യമായി സ്വരീഹുൽ അഖൽ എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന്, മുഹമ്മദ് അമാനി മൗലവിയുടെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മുസ്തഫ സിബായിയുടെ അസ്സുന്ന വ മകാനതുഹാ ഫി തശ്രീഇൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിക് ജമിചര്യം ഇസ്ലാമിക ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ 1973 പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ 91-ാമത്തെ പേജിൽ ഒരു ഹദീസ് സ്വീകരിക്കുന്നതിൻ്റെ നിബന്ധന അഥവാ ഒരു ഹദീസ് തള്ളാനുള്ള കാരണം വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് പ്രാഥമിക ബുദ്ധിക്ക് എതിരായി തീരാൻ പാടില്ല എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് മുഹമ്മദ് അമാനി മൗലവി ആരാണ്? കേൾക്കാം. ഇങ്ങനെ പറയുന്ന ആളുകൾ ആരാണ്? കേൾക്കാം. അതേപോലെ ബുദ്ധിക്ക് എതിരായിട്ട് വരിക, ഇതൊക്കെ മുതസിലിയാക്കളുടെ വാദമാണ്. ഇതേ വാദഗതി എന്ന് പറഞ്ഞാൽ ആ 72 പെട്ട മുതസിലിയാക്കൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്താണോ അത് അതേപടി ഏറ്റെടുത്താണ് എന്ത് ചെയ്യണത്, ഇവർ ഈ ഹദീസ് നിഷേധത്തിന് വഴി ഉണ്ടാക്കുന്നത്. നിങ്ങളെന്താ കേട്ടത്? ബുദ്ധിപരമായി ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ ഹദീസ് ബുദ്ധിക്ക് എതിരാവുകയില്ല എന്നതാണ്.
അങ്ങനെ ഹദീസ് ബുദ്ധിക്കെതിരാവുകയില്ല. ബുദ്ധിപരം എന്ന ഹദീസിലേക്ക് ചേർത്ത് ആരെങ്കിലും ഉപയോഗിച്ചാൽ അവർ മുഅത്തസിലിയാക്കളാണ് എന്നാണ്. ആരാണ് മുഅത്തസിലിയാക്കൾ? ഇഅ്തിസാലിന്റെ വാദങ്ങൾ അതിശക്തമായി ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആരാണവർ? മതത്തിന് പുറത്തുപോയവരാ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഭാഗത്തെ പൂർണ്ണമായും സ്വീകരിക്കാത്ത ആളുകളാണ്, പൂർണ്ണമായും എതിരായ ആളുകളാണ് മുഅ്തസിലിയാക്കൾ. ആ മുഅ്തസിലിയാക്കളുടെ വാദമാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നതിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് എന്നാണ് അഭിപ്രായം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് അമാനി മൗലവി മുഅ്തസിലിയാണോ? മുഅ്തസിലിയ വാദമാണോ? 70 പഴച്ച കക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കക്ഷിയാണ് മുഅ്തസില എന്നതാണ്. ഈ വാദമുന്നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മുഅ്തസിലിയാക്കളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇനി പോകട്ടെ, കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള പരിപാടിയിൽ ഹദീസുമായി ബന്ധപ്പെടുത്തിയ വിശകലനം നിർവഹിച്ചിട്ടുള്ള അബൂബക്കർ സലഫി, ബഹുമാന്യ പണ്ഡിതനായിട്ടുള്ള അബൂബക്കർ സലഫി, മുസ്ലിം പരിഭാഷ, സഹീഹ് മുസ്ലിമിൻ്റെ പരിഭാഷ ഇൻസാഫ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പരിഭാഷയുണ്ട്. ആ പരിഭാഷയിലെ 51, 52 പേജുകളിൽ ഒരു ഹദീസിനെ സ്വീകരിക്കണമെങ്കിൽ സ്വരീഹുൽ അഖൽ, പ്രത്യക്ഷ ബുദ്ധിക്കെതിരാകാൻ പാടില്ല എന്ന് നിബന്ധന എഴുതി വച്ചിട്ടുണ്ട്. 3, വൈസ് പ്രസിഡന്റായി പരിഗണിക്കുന്ന ഗുരുസ്ഥാനീയനായിട്ടുള്ള പറപ്പൂർ കുഞ്ഞി മുഹമ്മദ് മദനി, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ, ഇത് യുവത പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്, ഇതിൻ്റെ മറ്റൊരു ഭാഗം വിസ്ഡം വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഈ വിഷയം, ഞാൻ വായിക്കുന്ന വിഷയം തിരുത്തിയിട്ടില്ല. ആ ഭാഗത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് എതിരായി വരാൻ പാടില്ല എന്നത്. എത്രയോ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഇസ്ലാമിക ദൃഷ്ട്യാ, ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഓരോ പണ്ഡിതരുടെയും അഭിപ്രായങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി 6548 ഹദീസിനെ, ബുഖാരിയുടെ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയൊരു കാര്യം ഫത്ഹുൽ ബാരിയിലെ 14-ാം വാള്യത്തിൽ 644 പേജിൽ കാണാൻ കഴിയും. ഒരു ഹദീസ് സ്വീകാര്യമല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നത് യുഖാലിഫു സ്വരീഹുൽ അഖ്ലി എന്നാണ്. അങ്ങനെ പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണ്? അത് സ്വരീഹുൽ അഖ്ലിന്, പ്രത്യക്ഷ ബുദ്ധിക്ക് എതിരായതുകൊണ്ടാണ് എന്ന്. അപ്പോൾ ഇസ്ലാമിക ദൃഷ്ട്യാ, ഇസ്ലാമിക മാനദണ്ഡപ്രകാരം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബുദ്ധിക്ക് എതിരാകുന്ന, പ്രത്യക്ഷ ബുദ്ധിക്ക് എതിരാകുന്ന തരത്തിൽ വരുന്നതിനെ അംഗീകരിക്കുകയില്ല, അതിനെ സ്വഹീഹായ ഹദീസായി പരിഗണിക്കാൻ കഴിയില്ല എന്നത്. എന്നാൽ ഇവർ പറയുന്നത് മാനദണ്ഡപ്രകാരം, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ ഒരു ഹദീസ് ബുദ്ധിക്കെതിരാകൂല എന്നതാണ്. അതാർക്കറിയാത്തത്? ഹദീസ് നിദാന ശാസ്ത്രത്തിൽപ്പെട്ട ഒന്നാണ് പ്രത്യക്ഷ ബുദ്ധിക്കെതിരാകാൻ പാടില്ല എന്നത്. അങ്ങനെ നിദാന ശാസ്ത്രപ്രകാരം കൃത്യത വരുത്തിയിട്ട് പ്രത്യക്ഷ ബുദ്ധിക്ക് എതിരല്ലാത്ത മറ്റു നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുള്ള ഒരു ഹദീസിനെയാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയാം. സ്വഹീഹായ ഹദീസായി വന്നിട്ടുള്ളത് പ്രത്യക്ഷ ബുദ്ധിക്കെതിരാകൂല എന്നത് ഇതാദ്യം ഉറപ്പ് വരുത്തിയിരിക്കണ് പ്രത്യക്ഷ ബുദ്ധിക്കെതിരല്ല എന്നത്. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം സമർത്ഥിച്ചത്. ഇത് സ്വഹീഹായ ഹദീസാണ് എന്ന കാര്യം പറഞ്ഞത്. പിന്നീട് ആ കാര്യം ഒരിക്കലും പ്രത്യക്ഷ ബുദ്ധിക്ക് സ്വഹീഹായ ഹദീസ് എതിരാവുകയില്ല എന്ന് പറയേണ്ടതില്ല. ഒരു ഹദീസ് സ്വഹീഹാകണം എങ്കിൽ നിബന്ധനയായി ചേർക്കപ്പെട്ടതാണ് സ്വരീഹുൽ അഖൽ, പ്രത്യക്ഷ ബുദ്ധിക്ക് എതിരാകാൻ പാടില്ല എന്ന കാര്യം. ഇത് നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ കൃത്യമായ പരാമർശങ്ങൾ നിർവഹിച്ചത് നമുക്ക് കാണാൻ കഴിയും. സുനനു ബൈഹഖിയിലെ 1-ാം വാള്യത്തിലെ 372
ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശത്തിൽ കൃത്യമായി ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ആരാണ് എഴുതിയത്? വിസ്ലം വിഭാഗത്തിലെ തലമുതിർന്ന പണ്ഡിതരിൽ ഒരാളായിരുന്ന അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ റഹിമഹുള്ളയാണ്. മരണപ്പെട്ടു പോയി, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. അദ്ദേഹം ഹദീസ് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഹദീസ് സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിഭാഷാ ഗ്രന്ഥത്തിൻ്റെ പേജ് 104, 105 ഭാഗത്ത് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ പരാമർശിച്ചു കൊണ്ട് വന്നത്, ബിലാൽ രാത്രി ബാങ്ക് വിളിക്കും, അപ്പോൾ ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ മലയാള ഭാഗമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് വിളിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സുബഹിക്ക് മാത്രമല്ല, നേരെ മറിച്ച് അത്താഴത്തിൻ്റെ സമയത്ത് കൂടി അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിന് കൂടി ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. രാത്രി സമയത്ത് ബാങ്ക് വിളിച്ചത് ബിലാലാണ് എന്നും സുബൈക്ക് ബാങ്ക് വിളിച്ചത് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമാണ് എന്നുമാണ് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ പരാമർശത്തിലുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ പരാമർശം ബുദ്ധിപരമായി ശരിയല്ല. ഈ പരാമർശം ബുദ്ധിപരമായി ശരിയല്ല. കാരണം രാത്രി ബാങ്ക് വിളിക്കാൻ കണ്ണ് കാണേണ്ടതില്ല, ആർക്കും വിളിക്കാം. രാത്രി ആർക്കും ബാങ്ക് വിളിക്കാം. അതുകൊണ്ട് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂമാണ് രാത്രി ബാങ്ക് വിളിക്കാനുള്ള സാധ്യത. എന്നാൽ ഹൈത്തുൽ അബിയദ്, ഹൈത്തുൽ അസ്വദ് എന്ന നൂലുകൾ തമ്മിൽ പരസ്പരം കറുപ്പും വെളുപ്പും വേർതിരിച്ചു മനസ്സിലാക്കുന്നതാണല്ലോ ആ കാലഘട്ടത്തിലെ ഒരു നിബന്ധന. സഹറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഖുർആനിൽ പരാമർശിച്ചതിൻ്റെ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നല്ലോ. അത് ബോധ്യപ്പെട്ട് ബാങ്ക് വിളിക്കണം എങ്കിൽ കണ്ണ് കാണുന്ന ഒരാളാകണം. കണ്ണ് കാണുന്നത് ആർക്കാണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. അതുകൊണ്ട് സുബൈയുടെ ബാങ്ക് വിളിച്ചത് ബുദ്ധിപരമായി പരിഗണിച്ചാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. രാത്രി ബാങ്ക് വിളിച്ചത് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമാണ് എന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്തടിസ്ഥാനത്തിൽ? ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ. ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഇത് തിരിച്ചു വരുന്നത് അംഗീകരിക്കുന്നതിന് പ്രയാസമുണ്ട് എന്നും ഇബ്നു ഉമറിന് അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രമാണം എന്ന് പറയുന്ന പ്രവാചകൻ്റെ തിരുചര്യ, ആ തിരുചര്യ ഹദീസുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഹദീസുകൾ പരിഗണിക്കുന്നതിന്, സ്വീകരിക്കുന്നതിന് സ്വഹീഹ്, ലഈഫ്, മൗളൂഅ് എന്ന് വേർതിരിക്കുന്നതിന് നിദാനശാസ്ത്രം മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ നിദാനശാസ്ത്രപ്രകാരം പ്രത്യക്ഷ ബുദ്ധിക്ക് എതിരാകാൻ പാടില്ല എന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പൂർവസൂരികളായ പണ്ഡിതന്മാർ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതരായിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വിശ്രം വിഭാഗത്തിലെ പൂർവ്വ പണ്ഡിതരായ ആളുകളും ആ കാലഘട്ടത്തിൽ കൂടെ വർക്ക് ചെയ്തിരുന്ന ഇപ്പോഴുള്ള സമശീർഷരായിട്ടുള്ള പണ്ഡിതരും ഈ അഭിപ്രായമാണ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ ബുദ്ധിയുടെ ഭാഗങ്ങളെ അടച്ചാക്ഷേപിക്കുകയും ഇസ്ലാമിലേക്ക് കയറേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രമാണങ്ങളോടുള്ള എതിർപ്പാണ്, പ്രമാണങ്ങളോടുള്ള വിയോജിപ്പാണ്. വിശുദ്ധ ഖുർആൻ പരലോകത്ത് നരകശിക്ഷയിൽ പ്രവേശിക്കുന്നതിൻ്റെ കാരണം വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് മുൽക്കിൽ ഒരു വചനം പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ അങ്ങനെയാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അസ്ഹാബ് സഈറിൽ വരാനുള്ള കാരണം ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല, കാര്യങ്ങൾ കേട്ടിരുന്നില്ല എന്നാണ് നരകാവകാശികൾ പറയുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നു മാത്രമല്ല, തദ്രീബുർ റാവി എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമായ തദ്രീബുർ റാവിയിൽ ഇബ്നുൽ ജൗസി പറയുന്ന ഈ വിഷയ സംബന്ധമായി നേരത്തെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ടാണ് ഇമാം സുയൂത്തി കാര്യങ്ങൾ സമർത്ഥിച്ചിട്ടുള്ളത്. ഇബ്നു കസീറിൻ്റെയും ഇബ്നുൽ അസീറിൻ്റെയും ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുള്ളയുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിലും അഭിപ്രായങ്ങളിലും
മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഈ മാനദണ്ഡത്തെ വസ്തുതാപരമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്തും അതിനെ സമീപിക്കുന്നിടത്തും ശരിയായ രീതിയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ആ രീതി അനുസരിച്ച് കൊണ്ട് പോകുമ്പോഴാണ് ഇസ്ലാമിക ദൃഷ്ട്യ ഒരു കാര്യത്തെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നത്. വിശ്വാസമായിരുന്നാലും കർമ്മതലമായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഹദീസിൻ്റെ വിഷയം മാത്രം ഇത്ര ഗൗരവത്തിൽ പറയുന്നത്? ഖുർആൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നില്ല? സൂറ ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ കൃത്യമായി ക്രോഡീകരിക്കുകയും എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ ഖുർആൻ എന്നതുകൊണ്ടാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ഖുർആനിൻ്റെ വചനം ഖുർആനിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കുന്നത്. നബിചര്യയും അള്ളാഹു കൃത്യമായി സംരക്ഷിക്കുന്നതാണ്. എന്നാൽ ആ നബിചര്യ നമുക്ക് ലഭിക്കുന്നത് ഹദീസുകളിലൂടെയാണ്. ഹദീസുകളിലാകട്ടെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന് നിദാന ശാസ്ത്രങ്ങൾ അനിവാര്യമാണ് എന്നാണ് നാം ഇതുവരെ സമർത്ഥിച്ചത്, വിശദീകരിച്ചിട്ടുള്ളത്. ആദ്യമായി വരുന്നത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമുമല്ല. അതിനു മുമ്പും ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്ക് ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയുന്നതാണ്. അലി ഇബ്നു അബി ത്വാലിബിൻ്റെ സ്വഹീഫ എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കാലത്തിന് ശേഷം തന്നെ ക്രോഡീകരിക്കപ്പെട്ട ഹദീസു ഗ്രന്ഥമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിൻ്റെ സ്വഹീഫത്തു സാദിഖ എന്ന് പറയുന്ന ഗ്രന്ഥവും ഹമ്മാബ് ഇബ്നു മുനബ്ബഹിൻ്റെ സ്വഹീഫത്തു സ്വഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥവും അതേപോലെ തന്നെ സ്വഹീഫത്തു സാദിഖ എന്ന് പറയുന്ന ഗ്രന്ഥവും പ്രവാചകൻ്റെ കാലത്തിനു ശേഷം രചിക്കുകയും ഇന്നും ലഭ്യമാവുകയും ചെയ്യുന്ന ഹദീസു ഗ്രന്ഥങ്ങളാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിൻ്റെയും വിശദമായ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് രേഖപ്പെടുത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ ധാരാളക്കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇമാം അബൂ ഹനീഫയുടെ മുസ്നദ്, ഇമാം മാലിക്കിൻ്റെ മുവത്ത, ഇമാം മഅ്മർ ബിൻ റയാഷിദിൻ്റെ അൽ ജാമിഅ, സ്വഹീഹുൽ ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള ഹുമൈദിയുടെ മുസ്നദ്, അബ്ദുറസാഖിൻ്റെ മുസന്നഫ്, ഇബ്നു മുബാറക്കിൻ്റെ അസ്സുഹുദ് വറഖായിഖ്, ഇബ്നു വഹബിൻ്റെ അൽ ജാമിഅ ഫിൽ ഹദീസ്, അബൂദാവൂദ് തയാലൂസിയുടെ മുസ്നദ്, അബ്ദുറസാഖ് സൻആനിയുടെ അൽ ആമാലി ഫി ആസാരി സ്വഹാബ തുടങ്ങി ധാരാളക്കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും തൻ്റെ സ്വഹീഹ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തിൽ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം, ഇമാം ബുഖാരി അവർ വരുന്നത് അബ്ബാസിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് പിന്നീടാണ് അമവിയാക്കളുടെയും കാലം കഴിഞ്ഞിട്ടാണ്. ഈ സമയത്ത് ഇസ്ലാമിക ലോകത്ത് ഹദീസിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അതിൻ്റെ നിദാന ശാസ്ത്രം എന്ന് ബോധ്യപ്പെടുത്തുന്ന സമഗ്രമായ രചനകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഖാദി അബൂ മുഹമ്മദ് ഹസൻ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഖലാദ് മഹാപണ്ഡിതൻ എഴുതിയിട്ടുള്ള അൽ മുഹദ്ദിസുൽ ഫാദിൽ ബൈന റാവി വൽ വാഇ
ഹിജ്റ 360 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 405 മരിച്ചിട്ടുള്ള അബൂ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹാക്കിം അന്നൈസാബൂരിയുടെ മഅരിഫത്തു ഉലൂമുൽ ഹദീസ് തുടങ്ങി ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നതിന്, ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന് ഇസ്ലാമിക ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കാണാത്തവരല്ല യഥാർത്ഥത്തിൽ വിശ്രം വിഭാഗത്തിൻ്റെ പണ്ഡിതർ. മറിച്ച് ശരിതെറ്റുകൾ ബോധ്യപ്പെടുന്നതിന് മുമ്പ് ഹദീസിൻ്റെ പേരു പറഞ്ഞ് വിവിധ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രമാണങ്ങളെ എങ്ങനെ സമീപിക്കണം എന്ന വിഷയം പ്രസക്തമാക്കുന്നത്. എടത്തനാട്ടുകരയിൽ തൗഹീദ് പഠിപ്പിക്കേണ്ടി വരുന്നത് അതൊരു അത്ഭുതകരമായൊരു കാര്യമാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മദ്രസകളിൽ ഷിർക്ക്, വസീലത്തു ഷിർക്ക് എന്ന പദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. യാ ഇബാദല്ലാ അഈനൂനി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും മൗലവിമാർ മദ്രസയിൽ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ടോ? ഭൗതികം അഭൗതികം, ജിന്നിനും പിശാചിനും അവരുടെ ഭൗതികം ഇവരുടെ ഭൗതികം, സൃഷ്ടികളുടെ കഴിവിന് അകത്തുനിന്ന് പുറത്തുനിന്ന് എന്ന് തുടങ്ങുന്ന കേട്ടാലും ഒരുപക്ഷെ പറയുന്നവർക്ക് പോലും തലതിരിവ് നടക്കുന്ന അത്യന്തം അപകടകരമായ തരത്തിൽ ഈ തൗഹീദിനെ ജനസമൂഹത്തിലേക്ക് അവതരിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? സഹോദരങ്ങളെ, ഇതൊരു ഗുണകാംക്ഷയുടെ ചോദ്യമാണ്. നമുക്കാർക്കും ഈ വിഷയത്തിൽ വാശിയില്ല. സുന്നി പ്രസ്ഥാനത്തിലെ സഹോദരങ്ങൾ ഇസ്തിഗാസ, തവസ്സുല്, കൂട്ടുപ്രാർത്ഥന, തറാവീഹ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, മുജാഹിദീങ്ങൾ വന്നിട്ട് ഒരു 4-5 സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചു പോയി, നമ്മളെ പണ്ഡിതൻ ഷെയ്ഖുന കോട്ടക്കണക്കിനുള്ള ലഈഫായ ഹദീസാണ് ഉദ്ധരിച്ചത് എന്ന് പറയാറുണ്ട് അല്ലേ? നോക്കൂ നിങ്ങൾ, കേരളത്തിൽ വിസ്ഡം വിഭാഗം അവരുടെ ആദർശമായ തൗഹീദ്, വിസ്ഡം തൗഹീദ്, ആ തൗഹീദ് സ്ഥാപിക്കുന്നത് ദുർബലമായ ഒരു ഹദീസിൻ്റെ പിൻബലത്തിലാണ്. ആ ഹദീസിലേക്ക് ചേർത്തിട്ടാണ് ഖുർആനിനെ കൊണ്ടുവന്ന് കെട്ടിവിളക്കുന്നത്. എന്തുമാത്രം വലിയ അപകടവും ധിക്കാരവുമാണ് ഈ ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് കേൾവിയില്ലാത്തൊരു കാര്യമാണ് ലഈഫായ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ ജനസമൂഹത്തിൽ കൊണ്ടുവരിക എന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഒരുമിച്ച് ധാരാളക്കണക്കിന് വർഷങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ് വിസ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി. ഞങ്ങളും അദ്ദേഹവും ഒക്കെ KP മുഹമ്മദ് മൗലവിയിൽ നിന്നും ഉമർ മൗലവിയിൽ നിന്നും ഒക്കെയാണ് തൗഹീദ് പഠിച്ചത്. അദ്ദേഹം പഠിച്ച എടത്തനാട്ടുകരയുടെയും പരിസര പ്രദേശത്തിൻ്റെയും മദ്രസകളിൽ ആത്മാർത്ഥമായി ഷിർക്ക്, വസീലത്ത് എന്ന പ്രയോഗങ്ങൾ തൗഹീദിൻ്റെ പേരിൽ ഏതു പണ്ഡിതനാണ് പഠിപ്പിച്ചത് എന്ന് പരസ്യമായി ഒന്ന് പറയൂ. ഇല്ല. കേരളത്തിലെ മലയാളികൾ വിദേശ രാജ്യങ്ങളിലും കേരളത്തിലുമൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിനെ നേർക്കുനേരെ മനസ്സിലാക്കുന്നതിൽ മഹത്തായ സേവനമർപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രതിഭാധനനായ ോരണിയുടെ ഉടമയാണ് ബഹുമാന്യ പണ്ഡിതനായിട്ടുള്ള ഹുസൈൻ സലഫി. ആയിരക്കണക്കിന് മനുഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പോലും പറയുന്നത് ലഈഫായ ഒരു ഹദീസാണിത്, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്? മുജാഹിദ് പ്രസ്ഥാനം അതിനെ വലിച്ചെറിയും. ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങളിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരോട് ചെറുതെങ്കിലും പങ്ക് നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, പണ്ഡിതനാണ് CP സലീം. പറയുന്നത് ഇത് ദുർബലമായ ഹദീസാണ്, ലഈഫായ ഹദീസാണ്
എന്തിനാണിത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ചേർക്കപ്പെടുന്നത് എന്നത് സഹോദരങ്ങളെ ഇന്ന് കിടന്നുറങ്ങുമ്പോഴെങ്കിലും ചിന്തിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും പേരമക്കളും വിശദം വിഭാഗം ഉന്നയിക്കുന്ന ലൈഫായ ഒരു ഹദീസിൻ്റെ പേരിൽ തൗഹീദ് എന്ന് പറയുന്ന അടിസ്ഥാന ആണിക്കല്ലിനെ തകർത്ത് അങ്ങളുടെ ആട്ടപ്പുരകളിലേക്ക് പോകണം. അതല്ല, സയ്യിദ് മൗലവി മുതൽ മുൻഗാമികളായിട്ടുള്ള ആളുകൾ എടത്തനാട്ടുകരയിൽ വന്ന് പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിൻ്റെ കൂടെ നിൽക്കണോ? പടച്ചവനെ പേടിയുള്ള സമയത്ത് ഹുസൈൻ സലഫിയും സിപ്പി സലീമും സംസാരിച്ചിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തനത് അഭിപ്രായത്തെ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിലെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായൊരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളൂ? അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിലെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായൊരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ച? ദുർബലമായ ഹദീസിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം അവിടെ നിർത്തും. 10-17 കൊല്ലം എന്തിനാണ് പ്രിയപ്പെട്ട വിശടം സഹോദരങ്ങളെ നിങ്ങൾ ഈ ദുർബലമായ ഹദീസിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അന്ധവിശ്വാസങ്ങളുടെ ഏകദൈവ വിശ്വാസം ഇറക്കുമതി ചെയ്തത്? സ്വഹീഹായ ഹദീസായിരിക്കണം പ്രമാണത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന അടിസ്ഥാന തത്വത്തെ എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അങ്ങനെ നിഷേധിച്ച് നിങ്ങൾക്ക് വല്ലതും നേടാനുണ്ടെങ്കിൽ നേടാവുന്നതാണ്, നമ്മളതിനെതിരെ നിൽക്കുന്നില്ല. പക്ഷെ പാമരരായ സാധുക്കളായ ജനങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിച്ച് സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തൗഹീദിൻ്റെ ആണിക്കല്ല് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു പ്രദേശത്ത് ഈ ദുർബലമായ ഹദീസിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തിനാണ് വസ്വാസ് ഉണ്ടാക്കുന്നത്? ഇനി സിപി സലീമിൻ്റെ വാക്ക് നിങ്ങൾ കേട്ടോളൂ, കുറച്ചുകൂടി മൂർച്ചയുള്ളത്. ആരെങ്കിലും സ്വീകരിക്കോ? ഉദാഹരണമായി യാ ഇബാദല്ലാഹ് ഐനൂനി, വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നുകളോ മലക്കുകളോ സഹായിക്കുന്നു വിചാരിച്ചിട്ട് വിളിച്ചോളൂ. ആ ഹദീസ് ലൈഫാണ്, ലൈഫാണ്, ലൈഫാണ്. ഇതാർക്കും സ്വീകരിക്കാൻ പറ്റുമോ? അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നെ കാക്കണെന്ന് വിളിച്ചാൽ ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ആർക്കാ തർക്കം? ലൈഫായ ഹദീസിനെ പറ്റി വർത്തമാനമില്ല. സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ ഹദീസ് അത് ഖുർആനെതിരാവും. നെഞ്ചത്തു കൈവച്ചു പറയണം, ലഈഫായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ശിർക്കായ ഒരു കാര്യത്തെ വസീലത്തുൻ ശിർക്കെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് പിശാചി പ്രേരണയും പിശാചു ബാധയും ജിന്നും ഒടിയനും ചേക്കുട്ടിപ്പാപ്പയും സിഹിറും കണ്ണേറും തുടങ്ങിയ പലതും ഈ നാട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. കൂട്ടത്തിൽ കുറേ നന്മകളും ചെയ്യുന്നുണ്ട്, അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല. അതുകൊണ്ട് ലഈഫായിരുന്നാലും ശരി ആദർശമായി കൊണ്ടുവരുന്നത് അത്യന്തം അപകടകരമായി കാണേണ്ടതുണ്ട് എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നിഷ്പക്ഷമതികളായ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, സഹോദരങ്ങളോട്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് ചോദിക്കുകയാണ്. നമ്മളുടെ പള്ളികളിൽ നിന്ന് വിളിക്കുന്ന ഇസ്ലാമിക സന്ദേശമനുസരിച്ചുകൊണ്ട് സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ പറയാറില്ലേ, നിങ്ങൾ പോയി ഉസ്താദിനോട് ചോദിച്ചു നോക്ക് എന്ന്? ഇങ്ങനെയൊന്ന് ചോദിച്ചു നോക്കണം. എന്നിട്ട് അതിന് ശരിയായ മാർഗം, വഴി എന്താണ് എന്ന് പറയണം. ദുർബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാദർശത്തെ ലോക സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന മുജാഹിദ് പേരിലുള്ള, മുസ്ലിം പേരിലുള്ള സംഘടനയുടെ പേര് വിസ്ഡം എന്ന് പറയുന്നത് അല്പം ലജ്ജാകരമായ കാര്യമാണ് എന്നേ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുള്ളൂ. ഹദീസുകൾ വിശുദ്ധ ഖുർആനിനെതിരാവോ? ഹദീസുകൾ വിശുദ്ധ ഖുർആനിനെതിരാകുമോ എന്ന് ചോദിച്ചാൽ സ്വഹീഹും വേർതിരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും എതിരാകില്ല. പക്ഷേ ഹദീസുകളിൽ ഖുർആനിനെതിരായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാകുമല്ലോ, അതിൽ ഖുർആനിനെതിരായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരൂപണങ്ങൾ നടന്നിട്ടുണ്ട്. ഹാഫിദ് ഇബ്നുൽ അജർ അൽ അസ്കലാനിയുടെ നഖ്ബത്തുൽ ഫിക്റിൽ ഈ വിഷയം ദീർഘമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സിഹറുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം നിർവഹിക്കവേ വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾക്കെതിരാണ് ഈ ഭാഗം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ, നമുക്കൊക്കെയും ആദരണീയനായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃരംഗത്ത് ശോഭയോടെ ജ്വലിച്ചു നിന്ന ബഹുമാന്യ പണ്ഡിതനാണ് കെ പി മുഹമ്മദ് മൗലവി.
അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ KP മുഹമ്മദ് മൗലവിയുടെ അത്തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ 1982 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പഴയ കോപ്പിയിലെ 82ാമത്തെ പേജിൽ ഈ വിഷയം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ എത്രയും പരിശുദ്ധരും സത്യസന്ധരുമായിരുന്നാൽ തന്നെയും അതിലെ ആശയം ഖുർആനിൻ്റെ വ്യക്തമായ പ്രസ്താവനയ്ക്കെതിരായി വരുമ്പോൾ തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമില്ല. KP മുഹമ്മദ് മൗലവിയുടെ ഈ അഭിപ്രായത്തിൽ നിൽക്കണം. KP മുഹമ്മദ് മൗലവി മുസ്ലിം ലോകത്തിൻ്റെ അഭിപ്രായമായി പറഞ്ഞ ഈ ഭാഗത്ത് നിൽക്കണോ? ഖുർആനിനെതിരായി ഹദീസ് എന്ന പേരിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്നത് മുസ്ലിം ലോകത്തിൻ്റെ അഭിപ്രായമാണ്. സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും എന്ന് പറയുന്ന കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകൾ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ 41ാമത്തെ പേജിൽ ഒരു ഹദീസിനെ കുറിച്ച് വിശകലനം നടത്തിയിട്ടുണ്ട്. എന്താണ് ആ ഹദീസ്? വ്യഭിചാരപുത്രൻ്റെ 7 തലമുറ സ്വർഗാവകാശിയാവുകയില്ല എന്നൊരു പരാമർശമുള്ള ഒരു ഹദീസ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് പൂർണ്ണമായും വിശുദ്ധ ഖുർആനിൻ്റെ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ എന്ന് പറയുന്ന സൂറത്തു ഇസ്രായിലെ വചനത്തിനെതിരാണ് എന്ന് കൃത്യമായി മുസ്ലിം ലോകം പറയുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെതിരായി ഹദീസ് എന്ന പേരിൽ പുറത്തു വന്നിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ മുസ്ലിം ലോകം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിദാന ശാസ്ത്രപ്രകാരം അത് സ്വീകാര്യമല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹദീസുകളുടെ ശരിതെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, നിദാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലന വിധേയമാക്കിയതിന് ശേഷം വരുന്ന ഏതെങ്കിലും ഒരു ഹദീസ് മർക്കസു ദഅവ തള്ളിക്കളഞ്ഞതായി തെളിയിക്കാൻ കഴിയില്ല. ഹദീസുകളിൽ ശരിതെറ്റ് വന്നിട്ടുണ്ട്, നബിയുടെ പേരിൽ ചേർത്തു പറഞ്ഞിട്ടുണ്ട്, നിദാന ശാസ്ത്രപ്രകാരം സ്വീകരിക്കലും തിരസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം സ്വീകരിച്ചിട്ടുള്ള നിബന്ധനകൾ പൂർത്തീകരിച്ചിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസ്, ഏതെങ്കിലും ഒരു ഹദീസ് മർക്കസു ദഅവയുടെ വാക്കുകളിലോ പേജുകളിലോ നിഷേധിച്ചതായി, അത് വലിച്ചെറിയണമെന്ന് പറഞ്ഞതായി, തള്ളിക്കളയണം എന്ന് പറഞ്ഞതായി ഒരു കാലത്തും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു ചെറിയ ഹദീസിനെ നിഷേധിച്ച് കളഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഷഹാദത്ത് തകരും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ ഒരു ഹദീസ് പോലും നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല മർക്കസു ദഅവ എന്ന് ഏതു സമയത്ത് വേണമെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ളതാണ്. മുസ്ലിം ലോകത്ത് നിരൂപണങ്ങൾ നടക്കാത്ത ഒരു ഹദീസ് പോലും മർക്കസു ദഅവ മാത്രമായി നിരൂപണം നടത്തിയിട്ടില്ല. 2 പ്രഖ്യാപനമാണ് നിർവഹിക്കുന്നത്. ഒന്ന്, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം മുസ്ലിം ലോകം സ്വഹീഹായി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഹദീസിനെ മർക്കസു ദഅവ തള്ളുകയോ നിഷേധിക്കുകയോ ചെയ്തതായി തെളിയിക്കാൻ കഴിയില്ല. 2, മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ നിരൂപണം നടത്താത്ത ഒരു ഹദീസ് പോലും, ആ ഹദീസിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ ഹദീസിൻ്റെ റാവി ഇന്ന പ്രശ്നമുണ്ട്, ആ ഹദീസ് ഖുർആനിൻ്റെ ഇന്നാശയത്തിനെതിരാണ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിരൂപണങ്ങൾ നടന്നിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ഹദീസുകളെ ആ പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് അവരൊക്കെ ഈ വിഷയത്തിൽ, ഈ ഹദീസിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് എന്ന് പറയുകയല്ലാതെ മർക്കസു ദഅവയിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ അതിൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ കാര്യം ചെയ്താലോ, ഈ ഹദീസാണ് തള്ളിയാലോ, ആ ഹദീസാണ് ഒഴിവാക്കിയാലോ, അത് നമ്മളെ ബുദ്ധിക്ക് പറ്റാത്തതല്ല, എടുക്കണ്ടല്ലോ, ഇതെടുക്കാലോ എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെ തെളിയിക്കാൻ സാധ്യമാവുകയില്ല എന്നത് പലതവണ നമ്മൾ രേഖപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇമാം ദാറഖുത്നി
സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളിലെ 110ഓളം വരുന്ന ഹദീസുകളെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. ഇബ്നുൽ ജൗസി ഹദീസുകളെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഹദീസുകളെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫി ഹദീസുകളെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാ ഹദീസുകളെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. നാസറുദ്ദീനുൽ അൽബാനി സ്വഹീഹുൽ ബുഖാരിയുടെ പോലും ഹദീസുകളുടെ ദുർബലതയെ സംബന്ധിച്ച് പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പൂർവസൂരികളായ പണ്ഡിതന്മാർ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാത്ത ഒരു ഹദീസ് പോലും മർക്കസു ദഅവ നിഷേധിച്ചിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല, നിരുത്സാഹം പറഞ്ഞിട്ടില്ല, അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് കൂട്ടത്തിൽ പറയാൻ പറ്റാവുന്ന ചില ഭാഗങ്ങൾ സിഹർ, കണ്ണേറ്, അജുവ കാരക്ക, ഖബർ ശിക്ഷ, താടി, സംഗീതം, സിറാത്തു പാലം, പിശാച് രോഗമുണ്ടാക്കുന്നു എന്ന് പറയുന്ന പരാമർശം, അഥവാ നിങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ അട്ടിപ്പേർ അവകാശപ്പെട്ടു പോകുന്ന പലതും, അതേപോലെ തന്നെ മുസ്ലിം ലോകത്തിൽ നിദാന ശാസ്ത്രപ്രകാരം വിവിധ അഭിപ്രായങ്ങൾ, ഭിന്നാഭിപ്രായങ്ങളുള്ള പല വിഷയങ്ങളും അല്ലാതെ ആ ഭാഗത്തെ സംബന്ധിച്ചുള്ള പരാമർശം നിർവഹിക്കുകയല്ലാതെ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല എന്ന അടിസ്ഥാനപരമായ പരാമർശം നാം ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ഹദീസ് നിഷേധമെന്ന് പറയുന്നത് വിശകലനമല്ല, വിമർശനമല്ല, നിരൂപണമല്ല. ഹദീസ് നിഷേധം ഹദീസിനെ നിഷേധിക്കലാണ്. അങ്ങനെയൊരു നിഷേധം വന്നാൽ അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് മർക്കസ് ദഅവ സ്വീകരിക്കുന്നത്. ഈ പ്രമാണങ്ങളോടുള്ള സമീപനം ശരിയാവണ്ണം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. സാധ്യമാകുമെങ്കിൽ, സമയം അനുവദിക്കുമെങ്കിൽ, വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ കടന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ കൂടി ഈ പ്രമാണ ഹദീസുമായി ബന്ധപ്പെടുത്തിയ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അഥവാ സമയം ലഭ്യമാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ വല്ല അഭിപ്രായവും ഇനി നിങ്ങൾ പറയുന്നുവെങ്കിൽ ശേഷം നമുക്ക് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.